ഒറ്റ ശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മീനാക്ഷി ചന്ദ്രമോഹനോട് പറയുന്നുണ്ട് അച്ഛന് നല്ല വിഷമമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും. മീനാക്ഷി ഉണ്ട് ചന്ദ്രമോഹനോട് പറയുന്നുണ്ട് ഞാനൊരു കാലാവധി പറയാം 3 മാസമെന്ന്. ഇത് കേൾക്കുന്ന തുളസി ചേട്ടനാണെങ്കിൽ പറയുന്നു 3 മാസമോ, ഇവിടെ പറ്റത്തില്ല, 3 ആഴ്ച പോലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. അച്ഛൻ ഇത് സമ്മതിക്കണമെന്ന് മീനാക്ഷി പറയുവാണ്. അച്ഛൻ്റെ പേരക്കുട്ടിയല്ല, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, പക്ഷെ എൻ്റെ മോളല്ലേ, അവൾക്ക് 3 മാസമെങ്കിലും അമ്മയുടെ സ്നേഹം കിട്ടണം. അച്ഛൻ എനിക്കും എൻ്റെ മോൾക്കും ഇടയിൽ കയറി നിൽക്കരുതെന്ന് മീനാക്ഷി പറയാണ്. തുളസി ചേട്ടൻ പറയുന്നുണ്ട് ഈ വീട്ടിൽ ഞാൻ പറയുന്നതാണ് അവസാനത്തെ വാക്ക്, തലയിരിക്കുമ്പോൾ വാലാടണ്ട എന്നും. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് വെറും 3 മാസമല്ല അച്ഛാ, അത് പെട്ടെന്ന് അങ്ങോട്ട് പോവും. ഈ വീട്ടിൽ കുഞ്ഞിനെ വളർത്താൻ പറ്റില്ല എന്ന് ഞാൻ പച്ച മലയാളത്തിലാണ് നിന്നോട് പറഞ്ഞതെന്നും തുളസി ചേട്ടൻ പറയുന്നുണ്ട്. ചന്ദ്രമോഹൻ സാറേ ഇവിടെ പറ്റത്തില്ലെന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛനങ്ങനെ പറയാനുള്ള അധികാരവുമുണ്ട്. ഞാൻ വേറൊരു കാര്യം ചെയ്യാം സാറേ, എനിക്കും കുഞ്ഞിനും താമസിക്കാൻ വേറൊരു വീടെടുത്ത് തരുമോ? ഇവിടെ വേണമെന്നില്ല, എറണാകുളത്തോ ആലുവയിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ. ഇത് കേൾക്കുന്ന തുളസി ചേട്ടൻ പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവുന്നേ, ഞാൻ ഈ വീട്ടിൽ 3 മാസം കുഞ്ഞിനെ വെച്ചോണ്ടിരിക്കുന്നതിലല്ല അച്ഛന് ബുദ്ധിമുട്ടെന്ന് പറയാണ് മീനാക്ഷി. ആ നാണക്കേടും ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അയൽക്കാർ വല്ലവരും ചോദിച്ച മീനാക്ഷിയും കുഞ്ഞും അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയെന്നും പറയാമെന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ചന്ദ്രമോഹൻ പറയുന്നുണ്ട് അത് നല്ല സൂപ്പർ ഐഡിയ ആണ്, അങ്ങനെയാണെങ്കിൽ ചേട്ടൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവുമാവുമെന്നും പറയുന്നു. തുളസി ചേട്ടൻ പറയുന്നുണ്ട് അങ്ങനത്തെ പരിഹാരമൊന്നും താൻ ഉണ്ടാക്കണ്ട എന്നും പറയുന്നുണ്ട്. ചേട്ടനൊന്നും അറിയണ്ട, ആ വീടിൻ്റെ വാടക ഞങ്ങൾ തന്നെ കൊടുത്തോളാം, ചിലവ് മുഴുവൻ ഞങ്ങൾ നടത്തിക്കോളാം, മീനാക്ഷിക്കും മോൾക്കും വേണ്ടത് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്തു കൊടുത്തോളാം, ഒരു ജോലിക്കാരിയെ കൂടി കൂട്ടിന് നിർത്താം എന്നും. ഇതുപോരെ എന്നെല്ലാം ചോദിക്കുമ്പോൾ അതെ അത് സാറിൻ്റെ വീട്ടിൽ ചെയ്താൽ മതി എന്ന് പറയാണ്ട തുളസി ചേട്ടൻ. ആ പരിപ്പ് ഇവിടെ വേവിക്കേണ്ട എന്നും, ഈ വീട്ടിൽ നിന്ന് മീനാക്ഷി എവിടേക്കും വരുന്നില്ല എന്നും, അവൾ ഇവിടെ തന്നെ താമസിക്കും, കൊച്ചിനെ കൊണ്ടുപോകോ വീടെടുക്കോ താമസിപ്പിക്കോ എന്തു വേണമെങ്കിലും ചെയ്തോളൂ എന്നും പറയുന്നുണ്ട്. മീനാക്ഷി പറയുന്നുണ്ട് എൻ്റെ മോളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പോകും മോളുടെ കൂടെ എന്നും പറയുന്നു. ഇത് കേൾക്കുന്ന തുളസി ചേട്ടൻ ഞെട്ടുകയാണ്. തുളസി ചേട്ടൻ ചോദിക്കുന്നു നീ പോവോ മീനാക്ഷി? മീനാക്ഷി പറയുന്നുണ്ട് ഞാൻ പോകും, നീ എൻ്റെ മകളാണെങ്കിൽ എന്നെ ധിക്കരിച്ച് ഈ വീട്ടിൽ നിന്ന് നീ പോകത്തില്ല, നിൻ്റെ അച്ഛനാണ് പറയുന്നത് പോകരുതെന്ന്, എനിക്കിത് പറയാനുള്ള അവകാശമുണ്ടെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന മീനാക്ഷി പറയുന്നുണ്ട് അച്ഛൻ്റെ മകളോട് എന്തൊക്കെയുണ്ടോ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ മോളോടും ഉള്ളതെന്നും പറയുന്നുണ്ട്. എതിർക്കാൻ നിൽക്കണ്ട അച്ഛൻ തോറ്റുപോകുമെന്ന് മീനാക്ഷി പറയാൻ കേട്ടോ. ചന്ദ്രമോഹൻ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ വാക്കുതർക്കവും തർക്കവും ഒന്നും വേണ്ട കേട്ടോ, ഒരാഴ്ച സമയമുണ്ടല്ലോ, അതുവരെ നിങ്ങളിന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ടൊരു മറുപടി പറഞ്ഞാൽ മതിയെന്ന് പറയാണ്. ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം.